മനുഷ്യർ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിനുത്തരം വർഷങ്ങളായി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മൾ എല്ലാവരും തന്നെ ഏലിയൻസ് എന്ന കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. ആളുകൾ UFOസിനെ കണ്ടിട്ടുള്ളതായും ഏരിയ 51 പോലെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക ഏലിയൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടെന്നും അതുകൂടാതെ ധാരാളം ഏലിയൻ കൺസ്പിറസി തിയറികളിലും നമ്മളിൽ ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും നമ്മളെ കൂടാതെ മറ്റൊരു സ്പീഷ്യസ് ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്നോ ഉണ്ടെന്നോ ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഏലിയൻസ് എന്ന സബ്ജക്റ്റ് ആദ്യമായി മനുഷ്യർ സീരിയസായി എടുക്കാൻ തുടങ്ങിയത് 1961 ശേഷമാണ്. 1961 അമേരിക്കൻ ആസ്ട്രോണമറായ ഫ്രാങ്ക് ഡ്രേക്ക് ഏലിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ മീറ്റിങ്ങിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയ വ്യക്തികളെയാണ് ഫ്രാങ്ക് ഇൻവൈറ്റ് ചെയ്തത്. ഇത് ചെറിയ മീറ്റിംഗ് ആയിരുന്നുവെങ്കിലും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് മെൽവിൻ ഗാൽവനെയും കാൾ സേഗനെയും പോലെയുള്ള വ്യക്തികളായിരുന്നു. ഈ മീറ്റിങ്ങിന് ശേഷമാണ് ഫ്രാങ്ക് ഡ്രേക്ക് നമ്മുടെ ഗാലക്സിയിൽ എത്ര ഏലിയൻ സിവിലൈസേഷൻ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടെത്തിയത്. 2020 ആ മീറ്റിങ്ങിന് ശേഷം 60 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫ്രാങ്ക് ഡ്രേക്ക് കണ്ടെത്തിയ ഈ ഇക്വേഷനാണ് സയൻസ് ഫീൽഡിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനായി കണക്കാക്കുന്നത്. ഏതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അതിൻ്റെ ഉത്തരം അറിയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc². ഫ്രാങ്ക് ഡ്രേക്കിൻ്റെ ഇക്വേഷൻ E=mc² പോലെ ആളുകൾക്കിടയിൽ അത്ര ഫേമസ് ആകാതിരിക്കാൻ കാരണം ഒരുപക്ഷെ ആ ഇക്വേഷൻ്റെ വലിപ്പം കൊണ്ടാവാം. ഈ ഇക്വേഷൻ കണ്ടെത്തിയത് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ നമ്മളല്ലാതെ മറ്റു എത്ര ഏലിയൻ ലൈഫ് ഉണ്ടെന്ന് കണ്ടെത്താനാണ്. ഈ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. 7 വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര ഏലിയൻ സിവിലൈസേഷൻ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ ഇക്വേഷനിലെ ആദ്യത്തെ വേരിയബിളാണ് നമ്മുടെ ഗാലക്സിയിൽ പുതിയ എത്ര സ്റ്റാറുകൾ ഉണ്ടാവുന്നു എന്നതിൻ്റെ ആവറേജ് റേറ്റ്. രണ്ടാമത്തെ വേരിയബിളാണ് അങ്ങനെ ഉണ്ടാവുന്ന സ്റ്റാറുകളിൽ എത്ര സ്റ്റാറുകൾക്ക് ചുറ്റും പ്ലാനറ്റ്സ് വലം വയ്ക്കുന്നുണ്ടെന്ന്. മൂന്നാമത്തെ വേരിയബിളാണ് സ്റ്റാറുകൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ സോണിൽ ഉണ്ടെന്ന്. അതായത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള കണ്ടീഷനുള്ള പ്ലാനറ്റ്സ് ആണ് ഹാബിറ്റബിൾ സോണിൽ വരുന്ന പ്ലാനറ്റ്സ്. നാലാമത്തെ വേരിയബിളാണ് അങ്ങനെ ഹാബിറ്റബിൾ സോണിലുള്ള പ്ലാനറ്റ്സിൽ എത്ര എണ്ണത്തിൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ വേരിയബിളാണ് അങ്ങനെ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ ഇൻ്റലിജൻറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ വേരിയബിളാണ് അങ്ങനെ ഇൻ്റലിജൻറ്റ് ലൈഫ് പ്ലാനറ്റ്സിലുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണമാണ് ഇൻ്റലിജൻറ്റ് ലൈഫിൻ്റെ സൈൻ കാണിക്കുന്നത്. അതായത് ചിമ്പാൻസി ഒരു ഇൻ്റലിജൻറ്റ് ലൈഫാണ്, പക്ഷേ അവ അതിൻ്റെ സൈനൊന്നും കാണിക്കുന്നില്ല. അതേസമയം മനുഷ്യരും ഒരു ഇൻ്റലിജൻറ്റ് ലൈഫാണ്. ലോകത്തിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും മ്യൂസിക്കും ആർട്ടുമെല്ലാം മനുഷ്യൻ്റെ ഇൻ്റലിജൻസിൻ്റെ സൈനാണ്. ഏഴാമത്തെ വേരിയബിളാണ് അങ്ങനെ സൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര സിവിലൈസേഷൻ സ്പേസിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യാൻ പ്രാപ്തരാണ്. ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഗാലക്സിയിലുള്ള ഏലിയൻ ലൈഫിൻ്റെ ടോട്ടൽ നമ്പർ ലഭിക്കുമെന്നാണ് ഫ്രാങ്ക് ഡ്രേക്ക് പറയുന്നത്. എന്നാൽ ഡ്രേക്ക് ഇക്വേഷനിൽ മിൽക്കി വേ ഗാലക്സിയിലെ സ്റ്റാർസ് ഉണ്ടാകുന്നതിൻ്റെ ആവറേജ് റേറ്റും എത്ര സ്റ്റാറുകൾക്ക് ചുറ്റും പ്ലാനറ്റ്സ് വലം വയ്ക്കുന്നുണ്ടെന്നും അതിൽ എത്ര പ്ലാനറ്റ്സ് ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് ആണെന്നും എന്ന ഡ്രേക്ക് ഇക്വേഷനിലെ 3 വേരിയബിൾസിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ ശാസ്ത്രത്തിന് അറിയൂ. എന്നാൽ ഒരു ഗ്രഹത്തിൽ ലൈഫ് ഉണ്ടാകുന്നതും ആ ലൈഫ് ഇൻ്റലിജൻസ് വികസിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ചും വ്യക്തമായി ഇന്നും ശാസ്ത്രത്തിന് അറിയില്ല. നമ്മുടെ ഗാലക്സി വളരെ വലുതാണ്. ഏകദേശം 400 ബില്യൺ സ്റ്റാർസ് നമ്മുടെ ഗാലക്സിയിലുണ്ട്. ഇത് വളരെ വലിയൊരു നമ്പർ തന്നെയാണ്. പക്ഷേ റീസെൻറ്റ് സ്റ്റഡീസ് അനുസരിച്ച് ഏകദേശം മിൽക്കി വേ ഗാലക്സിയെ പോലെ 2 ട്രില്യൺ ഗാലക്സികൾ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലുണ്ട്. നമുക്ക് ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിനെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിനപ്പുറവും പ്രപഞ്ചമുണ്ട്. അവിടെ നിന്നുള്ള ലൈറ്റ് ഇതുവരെ ഭൂമിയിൽ എത്താത്തതുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കാത്തത്. അതായത് മിൽക്കി വേ പോലെ മനുഷ്യൻ കണ്ടുപിടിക്കാത്ത കോടിക്കണക്കിന് ഗാലക്സികൾ ഒബ്സർവബിൾ യൂണിവേഴ്സിന് അപ്പുറമുണ്ട്. ഇതിനർത്ഥം പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കെപ്ലർ സ്പേസ് മിഷനിലൂടെ ഏകദേശം ഭൂമിയെപ്പോലെ 40 ബില്യൺ പ്ലാനറ്റ്സ് നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതായത് നമ്മുടെ ഗാലക്സിയിൽ മറ്റൊരു ലൈഫ് ഫോം ഉണ്ടാകാനുള്ള സാധ്യത 40 ബില്യൺ ആണ്. ഭൂമിയെപ്പോലെ 40 ബില്യൺ പ്ലാനറ്റ്സ് നമ്മുടെ ഗാലക്സിയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള 2 ട്രില്യൺ ഗാലക്സികളിലും സയൻസിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മറ്റു ഗാലക്സികളിലും ഭൂമിയെപ്പോലെ എത്ര ഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. 1961 മീറ്റിങ്ങിന് ശേഷം നമ്മുടെ ഗാലക്സിയിൽ എത്ര ഏലിയൻ ലൈഫ് ഉണ്ടെന്ന് ഡ്രേക്ക് തൻ്റെ ഇക്വേഷനിലൂടെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് 1000 തൊട്ട് 100 മില്യൺ ഇടയ്ക്കാണ് ഈ കണ്ടെത്തിയ നമ്പർ. നമ്മുടെ ഗാലക്സിയിലെ ഏലിയൻ ലൈഫ് മാത്രമാണിത്. ബാക്കിയുള്ള 2 ട്രില്യൺ ഗാലക്സികളിലും നമ്മളിതുവരെ കണ്ടുപിടിക്കാത്ത ഗാലക്സികളിലും എത്രത്തോളം ഏലിയൻ ലൈഫ് ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ.
ഡ്രേക്ക് ഇക്വേഷൻ പറയുന്നതനുസരിച്ച് കോടിക്കണക്കിന് ഏലിയൻ ലൈഫ് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാവും. അങ്ങനെ കോടിക്കണക്കിന് ഏലിയൻസ് ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ മനുഷ്യർ എത്ര തിരിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരെ കണ്ടെത്താത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഏലിയൻസിനെ കുറിച്ച് ആദ്യമായി ചിന്തിച്ചു തുടങ്ങിയത് നോബൽ പ്രൈസ് വിന്നറായ എൻറിക്കോ ഫെർമി എന്ന ഇറ്റാലിയൻ ഫിസിസിസ്റ്റാണ്. ഡ്രേക്ക് തൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫെർമി ഏലിയൻ ലൈഫ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. 1951 ഒരു ദിവസം തൻ്റെ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഫ്രണ്ട്സിനോട് ഫെർമി ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് വേർ ഈസ് എവരിബഡി. ഫെർമിയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് ഏലിയൻസിനെയാണെന്ന്. ഫെർമി പറയുന്നതനുസരിച്ച് മറ്റൊരു ഇൻ്റലിജൻ്റ് ലൈഫ് പ്രപഞ്ചത്തിൽ വളരെ കോമൺ ആണ്. ഫെർമി ഡ്രേക്കിനെ പോലെ പല കാൽക്കുലേഷൻസും നടത്തി വന്നെത്തിയത് ഡ്രേക്കിൻ്റെ അതേ കൺക്ലൂഷനിലാണ്. ഏലിയൻസ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 10 മില്യൺ വർഷം പഴക്കമുള്ള ഒരു സിവിലൈസേഷന് ഒരു ഗാലക്സി മുഴുവൻ പോപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. 10 മില്യൺ എന്ന കണക്ക് 2 ലക്ഷം വർഷമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വളരെ വലിയൊരു നമ്പറാണ്. എന്നാൽ 10 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ആനിമൽസാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുതലയും ചില ഷാർക്ക് സ്പീഷീസും. മുതലകൾക്ക് 85 മില്യൺ വർഷവും ഷാർക്കിന് 175 മില്യൺ വർഷവും പഴക്കമുള്ള ആനിമൽസാണ്. ഇത്രയും പഴക്കമുള്ള മറ്റൊരു ഇൻ്റലിജൻ്റ് ലൈഫ് പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ഫെർമി പറയുന്നതനുസരിച്ച് അവർക്ക് ഒരു ഗാലക്സി മുഴുവൻ കോളനൈസ് ചെയ്യാനുള്ള സമയം ലഭിച്ചിട്ടുണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഏലിയൻസിനെ കണ്ടുമുട്ടാത്തത്? ഈ ചോദ്യത്തിന് ആദ്യമായി ഉത്തരവുമായി മുന്നോട്ട് വന്നത് റോബിൻ ഹാൻസൺ എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന തിയറിയിൽ ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഗ്രേറ്റ് ഫിൽട്ടർ മനുഷ്യൻ ഏലിയൻസിനെ കണ്ടുമുട്ടുന്നതിന് ഒരു തടസ്സമായി നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ആദ്യത്തെ ഗ്രേറ്റ് ഫിൽട്ടർ അബിയോജെനസിസ് ആണ്. അതായത് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വെറും ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ലൈഫ് ഡെവലപ്പ് ചെയ്തതിനെയാണ് അബിയോജെനസിസ് എന്ന് പറയുന്നത്. ഭൂമി ഉണ്ടായിക്കഴിഞ്ഞ് ഏകദേശം 1 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാണ് ഭൂമിയിൽ സിംഗിൾ സെൽ ലൈഫ് ഡെവലപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിക്കഴിഞ്ഞ് 2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാണ് എവല്യൂഷനിലൂടെ സിംഗിൾ പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും ഇന്ന് മനുഷ്യരെ പോലെയുള്ള ഹയർ ലൈഫ് ഫോമിനെ ഉണ്ടാക്കിയിരിക്കുന്ന യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് എത്തിയ പ്രോസസ്സിനെയാണ് ആദ്യത്തെ ഗ്രേറ്റ് ഫിൽട്ടറായി അദ്ദേഹം കണക്കാക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് ഗ്രേറ്റ് ഫിൽട്ടർ ആണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ആശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ് ഫിൽട്ടർ നമ്മൾ ഓവർകം ചെയ്തവരാണ്. പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിലും ഭൂമിയിലെ പോലെ ലൈഫ് ഫോം ഡെവലപ്പ് ചെയ്തുവെങ്കിലും അവയ്ക്ക് അബിയോജെനസിസ് എന്ന ഗ്രേറ്റ് ഫിൽട്ടർ അതിജീവിച്ച് ഇൻ്റലിജൻ്റ് ലൈഫ് ഫോമിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം ഒരുപക്ഷെ നമ്മൾ ഏലിയൻസിനെ കണ്ടുമുട്ടാത്തത്. ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ഇൻ്റലിജൻ്റ് ലൈഫ് മനുഷ്യർ മാത്രമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഗ്രേറ്റ് ഫിൽട്ടർ അബിയോജെനസിസ് അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ആ ഗ്രേറ്റ് ഫിൽട്ടർ മനുഷ്യർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. ചരിത്രത്തിലേക്കും ഇന്ന് നടക്കുന്ന സംഭവങ്ങളിലേക്കും ഒന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ടോപ്പിക്ക് ഇന്നുമൊന്നും നിലവിലുണ്ട്: യുദ്ധം. മനുഷ്യർക്ക് അറിവ് വെച്ച കാലം മുതൽ തന്നെ മനുഷ്യർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മനുഷ്യരെ പോലെ മറ്റു ഇൻ്റലിജൻ്റ് സിവിലൈസേഷനും സ്വയം നശിക്കുന്നത് കൊണ്ടാവാം മറ്റു ഏലിയൻ ലൈഫ് ഫോമിനെ ഇതുവരെ നമ്മൾ കണ്ടെത്താത്തത്. നമ്മുടെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. വികസിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി മനുഷ്യരുടെ നാശത്തിന് തന്നെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഹിരോഷിമയിൽ പതിച്ച ബോംബ് 1,30,000 ആളുകളെ കൊന്നൊടുക്കി. ഹിരോഷിമ ബോംബിങ്ങിന് ശേഷം 16 വർഷങ്ങൾ കഴിഞ്ഞ് റഷ്യ ടെസ്റ്റ് ചെയ്ത ന്യൂക്ലിയർ ബോംബാണ് ടെസാർ ബോംബ. ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പവർഫുള്ളായ ന്യൂക്ലിയർ വെപ്പണാണ് ഇത്. ഹിരോഷിമയിൽ പതിച്ച ആറ്റം ബോംബിനേക്കാൾ 3300 മടങ്ങ് പവർഫുള്ളാണ് ടെസാർ ബോംബ. സിമ്പിളായി പറഞ്ഞാൽ മനുഷ്യർ തന്നെ മനുഷ്യരെ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കാൻ കഴിവുള്ളവരാണ്. മനുഷ്യരെ പോലെ മറ്റു ഏലിയൻ ലൈഫും യുദ്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ അവർ സ്വയം നശിച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് യുദ്ധം മറ്റൊരു ഗ്രേറ്റ് ഫിൽട്ടറായി റോബിൻസൺ കണക്കാക്കുന്നത്. എങ്കിലും എല്ലാ ഏലിയൻ ലൈഫും യുദ്ധം ചെയ്യുന്നവരാണെന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ അടുത്ത ഗ്രേറ്റ് ഫിൽട്ടർ നമ്മൾ ഏലിയൻസിനെ കണ്ടുമുട്ടാത്തതിന് ഒരു വലിയ കാരണമായി റോബിൻസൺ കണക്കാക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ആരേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏലിയൻ ലൈഫ് ഫോമാണ് ഇതിന് കാരണം. ഒരു സിവിലൈസേഷൻ വളർന്നു വലുതാകുന്നതിന് മുമ്പ് തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ അവരെ കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നശിപ്പിച്ചു കളയുന്നു. ഈ അഡ്വാൻസ്ഡ് സിവിലൈസേഷനെയാണ് റോബിൻസൺ അടുത്ത ഗ്രേറ്റ് ഫിൽട്ടറായി കണക്കാക്കുന്നത്. മനുഷ്യർ ഏലിയൻസിനെ കണ്ടെത്താൻ വേണ്ടി സിഗ്നൽസ് ഭൂമിയിൽ നിന്ന് അയക്കുമ്പോൾ ഇങ്ങനെയൊരു അഡ്വാൻസ്ഡ് ഏലിയൻ ലൈഫ് പ്രപഞ്ചത്തിലുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ തുടർച്ചയായുള്ള ഏലിയൻസിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇങ്ങനെയൊരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ നിലവിലുണ്ടെങ്കിൽ നമ്മുടെ നാശം നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. ഇങ്ങനെയൊരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ഉള്ളതുകൊണ്ടാവാം മനുഷ്യരെ പോലെയുള്ള ഇൻ്റലിജൻ്റ് ലൈഫ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പേടികൊണ്ട് സൈലൻ്റ് ആയിരിക്കുന്നത്.
സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നതനുസരിച്ച് ഏലിയൻസ് ഭൂമിയിലെത്തിയാൽ അത് ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നാണ്. ഏലിയൻസിനെ നമ്മൾ കണ്ടുമുട്ടാത്തതിൻ്റെ മറ്റൊരു കാരണമായി കണക്കാക്കുന്നത് മറ്റൊരു തിയറിയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ മനുഷ്യരുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് തിരിച്ച് നമ്മുടെ സിഗ്നൽസിനോട് പ്രതികരിക്കാത്തതെന്ന് ഈ തിയറി പറയുന്നു. ഈ തിയറിയാണ് സൂ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേച്ചർ റിസർവ് ഹൈപ്പോത്തിസിസ് എന്നും പറയുന്നു. നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടാവും നമ്മുടെ ഓരോ നീക്കവും ആരോ ശ്രദ്ധിക്കുന്നത് പോലെ. ഇലോൺ മസ്ക് പോലെയുള്ള വ്യക്തികൾ വിശ്വസിക്കുന്നത് മനുഷ്യർ ഒരുപക്ഷെ ജീവിക്കുന്നത് മെട്രിക്സ് മൂവി പോലെ ഒരു സിമുലേഷനിലാണ്. നാസയിലെ സയൻറ്റിസ്റ്റുകൾ മുതൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ വരെ സിമുലേഷൻ കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരാണ്. മനുഷ്യർ സിമുലേഷനിൽ ജീവിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇതുവരെ നമ്മൾ ഏലിയൻസിനെ കണ്ടുമുട്ടാത്തത്. ചിലപ്പോൾ ഈ പറഞ്ഞ തിയറികളും കൺസെപ്റ്റുകളുമെല്ലാം തെറ്റായിരിക്കും. ചിലപ്പോൾ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന കൺസെപ്റ്റ് പോലും പ്രപഞ്ചത്തിലില്ലായിരിക്കും. ഇതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഏലിയൻസിന് വേണ്ടി തിരയുന്നത് ഒരുപക്ഷെ തെറ്റായ ഡയറക്ഷനിലായിരിക്കും. ഏലിയൻസിനെക്കുറിച്ച് നമ്മൾക്ക് ചില അനുമാനങ്ങളൊക്കെയുണ്ട്. സൂര്യനെ പോലെയുള്ള സ്റ്റാർസിന് ചുറ്റും വലം വയ്ക്കുന്ന ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള പ്ലാനറ്റ്സിലാണ് നമ്മൾ ഏലിയൻസിനെ തിരയുന്നത്. ഒരുപക്ഷെ ഏലിയൻസ് അങ്ങനെ ഒരു സ്ഥലത്തല്ല ജീവിക്കുന്നതെങ്കിൽ. അതുകൂടാതെ നമ്മൾ മനുഷ്യർ സ്ഥിരമായി സ്പേസിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നൽസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ റേഡിയോ സിഗ്നൽസൊക്കെ ഉപേക്ഷിച്ച് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്കൊരിക്കലും അവരുടെ സിഗ്നൽസിന് തിരിച്ച് മറുപടി നൽകാനോ അവരുടെ സിഗ്നൽ ഡിക്റ്റേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇതുകൊണ്ടാവാം ഏലിയൻസിൽ നിന്നും സിഗ്നൽസ് ലഭിച്ചിട്ടും നമ്മൾ തിരിച്ചറിയാത്തത്. ഈ അന്ത്യമില്ലാത്ത പ്രപഞ്ചത്തിൽ നമ്മൾ മറ്റൊരു ജീവൻ കണ്ടെത്താത്തതിൻ്റെ കാരണം സ്റ്റാറുകളും ഗ്രഹങ്ങളും ഗാലക്സികളും തമ്മിലുള്ള ദൂരം തന്നെയാണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമഡ. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻഡ്രോമഡ ഗാലക്സിയിലെ ഒരു ഏലിയൻ സിവിലൈസേഷൻ അവരുടെ സൂപ്പർ റേഡിയോ റിസീവർ മിൽക്കി വേ ഗാലക്സിയിലേക്ക് തിരിച്ചു വെച്ച് റേഡിയോ സിഗ്നൽസിനായി കാത്തിരുന്നാൽ അവർ ഭൂമിയിൽ ഒന്നും കണ്ടെത്തില്ല. കാരണം ആൻഡ്രോമഡ ഭൂമിയിൽ നിന്നും 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അവർക്ക് റേഡിയോ സിഗ്നൽസ് ലഭിച്ചാലും ഇന്നത്തെ ഭൂമി ആയിരിക്കില്ല അവർ കാണുന്നത്. 2.5 മില്യൺ വർഷം പഴക്കമുള്ള ഭൂമിയായിരിക്കും അവർ കാണുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു റേഡിയോ സിഗ്നൽസ് ആൻഡ്രോമഡയിലേക്ക് അയച്ചാൽ 2.5 മില്യൺ വർഷങ്ങൾക്ക് ശേഷമേ അവിടെ ജീവിക്കുന്ന ഏലിയൻസിന് ഈ സിഗ്നൽസ് ലഭിക്കൂ. അതിനുശേഷം അവർ നമ്മളെ തേടി ഭൂമിയിലെത്തിയാലും അന്ന് ഭൂമിയിൽ ജീവൻ പോലും ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മനുഷ്യർക്ക് ഏലിയൻസിൻ്റെ സിഗ്നൽസ് ലഭിച്ചാലും നമ്മൾ അവരെ നേരിട്ട് കാണുന്നതിൻ്റെ ചാൻസ് 0 ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സ്പേസ് ക്രാഫ്റ്റുകൾ മനുഷ്യർക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ മനുഷ്യർ ഏലിയൻസിനെ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയേക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണും അമർത്തുക.